ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ലൂസിഫർ അല്ല, അമ്മാവിയമ്മയല്ല, മുൻ കാമുകന്മാരല്ല, കാമുകിമാരല്ല. വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവർ ഒരു ഉത്തരവാദിത്വമില്ല, വീട്ടിൽ പൈസ തരില്ല. അതുകൊണ്ട് പലരും പറയും ഇതൊന്ന് പെണ്ണ് കെട്ടിച്ചാൽ മതി. ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പൊതുവെയുള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? വിവാഹം കഴിച്ചാൽ മാറ്റം വരും. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ദമ്പതികളിൽ, കുടുംബങ്ങളിൽ ഒരു കുടുംബം പോലും ശരിയല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു കുടുംബം പോലും ശരി. ബിക്കോസ് ദർ ഈസ് നോ പെർഫെക്റ്റ് മാരേജ് ഓൺ എർത്ത്. ബിക്കോസ് ടു ഇംപെർഫെക്റ്റ് പീപ്പിൾ ആർ ഗെറ്റിംഗ് മാരീഡ്. അപൂർണതയുള്ള, കുറവുകളുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു വിവാഹവും കുറവുകളില്ലാത്തതല്ല. നമ്മിലെല്ലാവരിലും കുറവുകളുണ്ട്. അത് സമ്മതിക്കുന്നവർ ഉറച്ചൊരാമേൻ പറ. എന്നാൽ ഒരു സന്തോഷ വാർത്ത പറഞ്ഞോട്ടെ, വി ക്യാൻ ഗ്രോ ഇൻ ടു പെർഫെക്ഷൻ. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ മാരേജ് കോൺഫറൻസ് ഇവിടെ നടക്കുന്നത്. പഠനങ്ങൾ തെളിയിക്കുന്നത് ഇങ്ങനെയാണ്: സഭയിൽ, ചർച്ചിൽ പോകുന്ന കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരും അല്ലാത്തവരെയും തമ്മിൽ ഒരു പഠനം നടത്തിയിട്ട് മനസ്സിലായത്, ചർച്ചിൽ പോകുന്ന കുടുംബങ്ങൾ, ചുമ്മായെങ്കിലും എല്ലാ ആഴ്ചയിലും പോയി അറ്റൻഡ് ചെയ്യുന്ന കുടുംബങ്ങളിൽ ഡിവോഴ്സ് റേറ്റ് 50% കുറവാണ്. അടിക്കേ, വെറുതെയെങ്കിലും സഭയിൽ നിരന്തരമായി പോകുന്നവർക്ക് ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ പ്രൊട്ടക്ഷൻ. കാരണം ദൈവസന്നിധിയിലോട്ടല്ലേ വരുന്നേ. വേറൊന്നും ചെയ്തില്ലേ പോലും ഒരു അവയർനെസ് ഉണ്ട്. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊരു ദൈവവൈതലാണ്, ഞാനൊരു വിശ്വാസിയാണ്, ദൈവം എന്നോട് കൂടെ ഉണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവരുടെ അകത്തൊരു അവബോധമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വിവാഹമോചനം 50% കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജീവിത പങ്കാളിക്ക് കൈ കൊടുത്തിട്ട് പറയുക, കൺഗ്രാജുലേഷൻസ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങളിവിടെ വന്നു എന്നതുകൊണ്ട് മാത്രം അതിൻ്റെ മേലൊരു അനുഗ്രഹമുണ്ട്. ഇവിടെ എടുക്കുന്ന എല്ലാം ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. നോ പ്രോബ്ലം, യു ആർ അണ്ടർ എ കവറിങ്. ദൈവത്തിൻ്റെ ഒരു ആവരണത്തിൻ്റെ കീഴിലാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത്. ഒരു വലിയ ഹല്ലേലൂയ പറ. വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഒരാളുടെ കമൻറ്റ് പറയാം. ഇങ്ങനെയാണ് പറഞ്ഞത്: ഭർത്താവ് ചെവി കേൾക്കാത്തവനും ഭാര്യ കണ്ണ് കാണാത്തവളുമാണെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും വിജയകരമായിരിക്കും. ദൂത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണമാണ്. ആദ്യത്തെ ആൾ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് നിനക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ഒരു പുതിയ ഫോൺ കിട്ടുമ്പോഴത്തേതുപോലെയുള്ള സന്തോഷം. അപ്പോൾ അത്ര സന്തോഷമാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ, അല്ല, സെറ്റിങ്സ് മാറ്റാൻ പറ്റില്ല, ഇത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ജീവിതം മുഴുവൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് അടുത്ത വർഷം മനസ്സിലാവുള്ളൂ. പലപ്പോഴും കയ്യിൽ കിട്ടിയിരിക്കുന്ന ആളുടെ സെറ്റിങ്സ് മാറ്റാൻ ഭയങ്കര പാടാണ്. ഇതാണെങ്കിൽ നമുക്ക് സെറ്റിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സാധനമുണ്ട്, അതിൽ കുത്തി എപ്പോൾ വേണമെങ്കിലും മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആളുടെ സെറ്റിങ്സ് മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? ആരെടുക്കും? കർത്താവ് എടുക്കില്ല. കർത്താവ് പറഞ്ഞത് ഒരുമിച്ച് ചാകുന്നവരെ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടിരിക്കുന്നത്. കർത്താവ് തിരിച്ചെടുക്കില്ല. വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ എടുക്കുമോ? എനിക്ക് വേണ്ട. നിനക്ക് ചുമക്കാൻ പറ്റാത്തത് എനിക്ക് ചുമക്കാൻ പറ്റും, അതും പറ്റില്ല. പക്ഷേ ജീവിതകാലം മുഴുവൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞെങ്കിൽ ഇന്നല്ലെങ്കിലും ഓർത്തൊന്ന് ചിരിക്കുക. എല്ലാ തമാശ എല്ലാവർക്കും മനസ്സിലായല്ലോ, കുഴപ്പമില്ല. ഒരു ഭാര്യ ഭർത്താവിനോട് പറയാം, നിനക്ക് എന്നേക്കാൾ ഇഷ്ടം ഫോണിനോടാണ്, ഏത് നേരവും ഇതുമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഭർത്താവ്, യെസ്, ഫോൺ സൈലൻ്റ് ആക്കാൻ പറ്റും. ഈ അടുത്തത് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രം, നല്ലത് മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ മറന്നു കളഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ പള്ളിയിൽ അച്ഛനോട് എന്ന് ചോദിച്ചു, അച്ഛാ, വിവാഹവും കുമ്പസാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അച്ഛൻ പതുക്കെ പറഞ്ഞു ചെവിയിൽ, കുംഭസാരത്തിൽ
നീ ചെയ്ത തെറ്റുകൾ അച്ഛനോട് പറയുന്നു. വിവാഹത്തിൽ നീ ചെയ്യാത്ത തെറ്റുകൾ പോലും ഭാര്യയോട് ഏറ്റു പറയേണ്ടി വരും. അനുഭവമുള്ളവരൊക്കെ ആമേൻ പറ. ഓ വാ വാ വാ. 52 വർഷം ഒരുമിച്ച് ജീവിച്ച ദമ്പതികളോട് എൻ്റെ സീക്രട്ട് ചോദിച്ചു. വൈഫ് പറഞ്ഞു, വി ലിവ്ഡ് ഇൻ എ ജനറേഷൻ വെയർ ഇഫ് സംതിങ് ബ്രോക്ക് വി റിപ്പയർഡ് ഇറ്റ്, നോട്ട് റീപ്ലേസ്ഡ് ഇറ്റ്. ഇപ്പോൾ ഇവർ പ്രായമുള്ളവരാണല്ലോ. വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യം ചോദിച്ചപ്പോൾ 52 വർഷത്തെ ദാമ്പത്യ ജീവിതം പിന്നിട്ടവർ പറയുന്നത്, ഞങ്ങളുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് കേട് വന്നാൽ അത് നന്നാക്കിയെടുക്കാറാണ് പതിവ്, അതൊക്കെ കളഞ്ഞിട്ട് വേറെ എടുക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹ ജീവിതം വിജയിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ചില റിപ്പയറുകൾ ഇവിടെ നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ പണിയണമേ, പറ, കേടുപാടുകൾ പോക്കണമേ. ഹല്ലേലൂയ. ഒരു റിയാലിറ്റി കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ലെസണിലോട്ട് കടക്കാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം പറയുന്നത്, ബട്ട് ദോസ് ഹു മാരി വിൽ ഫേസ് മെനി ട്രബിൾസ് ഇൻ ദിസ് ലൈഫ് ആൻഡ് ഐ വാണ്ട് ടു സ്പെയർ യു ദിസ്. അവിടെ പറയുന്നത് വിവാഹിതർ ആകുന്നവർ, വിവാഹം കഴിക്കുന്നവർ വിവിധ കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരും എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പുള്ളി വിവാഹം കഴിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. പൗലോസ് വിവാഹം കഴിച്ചില്ല. കാരണം എന്താണ്? വിവാഹം കഴിക്കുന്നവർ വിവിധ കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വരും. വിവാഹത്തിന് മുമ്പ് വിവാഹ ജീവിതം വളരെ അട്രാക്റ്റീവായി തോന്നുമെങ്കിലും വിവാഹ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, മാരേജ് ഈസ് എ മാജിക് സർക്കിൾ. ദോസ് ഹു ആർ ഔട്ട്സൈഡ് വാണ്ട് ടു കം ഇൻസൈഡ് ആൻഡ് ദോസ് ഹു ആർ ഇൻസൈഡ് വാണ്ട് ടു ഗോ ഔട്ട്സൈഡ്. എങ്ങനെ എൻ്റെ മലയാളം പറയാം? ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു മാന്ത്രിക വലയമാണ്. പുറത്ത് നിൽക്കുന്നവർക്ക് അകത്ത് കയറും, അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിയാണ്. എന്നാൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ, കൈപിടിച്ച ഒന്നുകൂടെ നോക്കി പിടിക്കണം, അവസാനം വരെ ഈ യാത്ര തുടരും. ആ പിടുത്തൊന്ന് മുറുക്കി പിടിക്കുക. എന്നിട്ട് കണ്ണിലോട്ട് നോക്കിയിട്ട് പറ, അവസാനം വരെ നമ്മൾ യാത്ര തുടരും. യേശുവിനോടുകൂടെ ഒന്നും കൂടി പറ. ഇനി ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിൽ ആസിറ്റീസ് കൊടുത്തിട്ടില്ലാത്ത, കാരണം നമുക്ക് സെഷനുകൾ കുറവായതുകൊണ്ട് എല്ലാം കിട്ടണമല്ലോ, അതുകൊണ്ട് ഗ്രോയിങ് ടുഗെദർ എന്നൊരു ടോപ്പിക്കാണ് എഴുതുക. വലിയ അക്ഷരത്തിൽ എഴുതുക, മാങ്ങാണ്ടി അക്ഷരത്തിൽ എഴുതുക. ഗ്രോയിങ് ടുഗെദർ, ഒരുമിച്ച് വളരുക. ഗ്രോയിങ് ടുഗെദർ, ഒരുമിച്ച് വളരുക. വായിക്കാമോ? യു മാരീഡ് എ മൂവിങ് പേഴ്സൺ. മലയാളം വായിക്കാമോ? നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരാളെയാണ്. നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ്. ഈ ബോധം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതം രക്ഷപ്പെട്ടു. വിവാഹ ദിനത്തിൽ കയ്യിൽ കിട്ടിയ ആളല്ല ഇപ്പോൾ അടുത്തിരിക്കുന്നത്. ആൾ മാറി, നിങ്ങളും മാറി, നമ്മളെല്ലാവരും മാറി. ഇനിയും മാറും, നാളെ മാറും. 2027 ഈ എഡിഷൻ ആയിരിക്കില്ല, വേറൊരു വേർഷൻ ആയിരിക്കും കയ്യിൽ വരാൻ പോകുന്നത്. 10 വർഷം കഴിയുമ്പോൾ ഇനിയും മാറ്റങ്ങൾ വരും. മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കിയിട്ട് പറ, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു പറ. ആമേൻ. ഇത് നമ്മുടെ എയർപോർട്ടിലൊക്കെ ചെന്നാൽ കാണുന്ന ഒരു മൂവിങ് വാക്ക് വേ ആണ്. മൂവിങ് വാക്ക് വേ നോക്കൂ. ഭർത്താവ് മുന്നിൽ പോകുന്നു, ആളൊപ്പം ഇല്ല, കാരണം രണ്ടുപേരും മൂവ് ചെയ്യുവാണ്. ശരിയല്ലേ? രണ്ടുപേരും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഒപ്പം മൂവ് ചെയ്തില്ലെങ്കിൽ അകൽച്ച വരും. മനസ്സിലാവുന്നുണ്ടോ? ഒപ്പം മൂവ് ചെയ്തില്ലെങ്കിൽ അകൽച്ച വരും. നിങ്ങളുടെ ഭർത്താവ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം നോക്ക്, രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ടോ? ഇതാണ് ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കേട്ടോ, ഒപ്പം ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനമൊക്കെ പറയാം, കമ്മ്യൂണിക്കേഷൻ നടക്കും, കാര്യങ്ങളെല്ലാം നടക്കും. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ഒപ്പം ചലിക്കാൻ കർത്താവേ, നീ എന്നെ സഹായിക്കുമാറാകണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്ക്രീനിലേക്ക് നോക്കാമോ? ലൈഫ് മൂവ്സ് സ്പൗസസ്. നമ്മുടെ ജീവിതത്തിൽ ജീവിതം ദമ്പതികളെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പ്രായം നമ്മെ മാറ്റുന്നു. ആമേൻ പറയാമോ? നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങൾ അവരെ മാറ്റുന്നു. നമ്മുടെ പല പല അനുഭവങ്ങളിലൂടെ, എക്സ്പീരിയൻസിലൂടെ പോകുന്നതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആഘാതങ്ങൾ, ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിൽ വരും. ചിലരുടെ മരണം, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുള്ള ചില, ഇപ്പോൾ ഒരാൾക്കൊരു വല്ലാത്തൊരു രോഗം പിടിവിട്ടു, ഒരു ക്യാൻസർ ബാധിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗം പിടിവിട്ടു. ആഘാതങ്ങൾ, വിജയം. ചില ആളുകളുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര അഹങ്കാരം വരും. ചില ആളുകൾ എന്ത് ചെയ്യും? നന്ദിയുള്ളവരായി മാറും. വ്യത്യാസങ്ങൾ വരും. സോഷ്യൽ മീഡിയ അവരെ മാറ്റുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡേഞ്ചർ. നല്ലതിനാണെങ്കിൽ നല്ലത്. സോഷ്യൽ മീഡിയയാണ് പലരുടെയും വാല്യൂ സിസ്റ്റം ഇപ്പോൾ നിശ്ചയിക്കുന്നത്. അവർ കാണുന്ന സ്റ്റേറ്റസുകൾ, റീലുകൾ, ഷോർട്ട് വീഡിയോസ്, ലോങ് വീഡിയോസ്. ഉദാഹരണത്തിന് കുടുംബത്തെക്കുറിച്ച് മൂവിയിൽ കാണുന്ന കോൺസെപ്റ്റുകളുണ്ട്. ഇവിടെ നടക്കുമോ? ഇവിടെ നടക്കില്ല. മൂവിയിൽ കാണുന്ന ഹീറോയിനെ പോലെ, സിനിമയിലുള്ള സിനിമാ നടി ചെയ്യുന്നത് പോലെ സ്വന്തം ഭാര്യ ചെയ്തു തരണമെന്ന് വെച്ചാൽ നടക്കുമോ? നടക്കുമോ? തമ്മിലൊന്ന് പറഞ്ഞ സിനിമാക്കളെ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പറയുന്നില്ലല്ലോ എല്ലാവരും. സിനിമാക്കളി നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. അത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഇത് റിയൽ ലൈഫാണ്. ഹലോ, അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. യാഥാർത്ഥ്യങ്ങളുമായി കണ്ടുമുട്ടുമ്പോൾ സിനിമയിൽ കണ്ടതുപോലെ, റീല് കണ്ടതുപോലെയുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മായയിൽ ജീവിക്കരുത്, മായാലോകത്ത് ജീവിക്കരുത്. ദൈവത്തോട് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണം നമ്മളെ പഠിക്കാൻ, നമ്മൾ ശ്രമിക്കാൻ. സുഹൃത്തുക്കൾ അവരെ മാറ്റും. നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ്, ഭാര്യയ്ക്ക് ഫ്രണ്ട്സ് കാണും, ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട്സ് കാണും. പ്രത്യേകിച്ച് പണ്ട് പഠിച്ച, 10ാം ക്ലാസ്സിൽ പഠിച്ച, ഡിഗ്രിക്ക് പഠിച്ച, ലോ കോളേജിൽ പഠിച്ച, അല്ലെങ്കിൽ MBBSന് പഠിച്ചവരുടെയൊക്കെ ആലുംനായി ഇവിടെയും, അല്ലെങ്കിൽ ആ സ്കൂൾ മേറ്റ്സിൻ്റെ, കോളേജ് മേറ്റ്സിൻ്റെ, യൂണിവേഴ്സിറ്റി മേറ്റ്സിൻ്റെ ഒക്കെ ഗ്രൂപ്പുകൾ കാണും. ശരിയാണോ? ഒത്തിരി ഫ്രണ്ട്സ് കാണും. ആ ഗ്രൂപ്പുകൾ മുഖാന്തരം ദാമ്പത്യ ജീവിതം തകർന്ന ഒത്തിരി പേരുണ്ട്. പഴയ ഫ്രണ്ട്ഷിപ്പ്, അന്നത്തെ അഫെയറുകളൊക്കെ ലൈവാക്കി കുടുംബം തകർന്നു. അപ്പോൾ ഫ്രണ്ട്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ മാറ്റിമറിക്കാൻ കഴിയും. 7ാമത്തെ കുറച്ച് നല്ലതാണ്. ദൈവം അവരെ മാറ്റുന്നു. ഗോഡ് മൂവ്സ് them. ദൈവത്തിന് നമ്മെ മാറ്റാൻ കഴിയും. കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറ, കർത്താവ് എന്നെ മാറ്റണമേ. ശരിക്കും പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ മാറ്റിയെടുക്കണമേ. ഒരു മാറ്റം ആഗ്രഹിച്ചു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കൈകളടിച്ച് അന്യഭാഷകളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ മാറ്റണമേ, എന്നെ മാറ്റിയെടുക്കണമേ, എന്നെ മാറ്റിയെടുക്കണമേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ മൂവിങ് വാക്ക് വേയിൽ കണ്ടതുപോലെ ഒരാൾ മുമ്പിൽ പോകും, മറ്റേ ആൾ പുറകിൽ. ഒരുമിച്ചുള്ള ജീവിതം തീരും. ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ മാരേജ് ഈസ് നോട്ട് മാരിയിങ് എ സ്റ്റാച്യു, ഇറ്റ് ഈസ് മാരിയിങ് എ മൂവിങ് പേഴ്സൺ. ഒരു പ്രതിമയെയല്ല നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത്, മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വൈ ഡിഡ് യു ചേഞ്ച്, ദ ക്വസ്റ്റ്യൻ ഈസ് വിൽ ഐ വാക്ക് വിത്ത് യു വൈൽ യു ചേഞ്ച്. എന്തുകൊണ്ട് നീ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ചോദിക്കേണ്ടത്,
നിന്റെ മാറ്റത്തിനനുസരിച്ച് എനിക്കും കൂടെ വരാൻ കഴിയുമോ? പരസ്പരം ഒന്ന് ചോദിച്ചേ, എൻ്റെ കൂടെ വരുമെന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാൽ മാരേജ് ഈസ് നോട്ട് ന്യൂട്രൽ. ഇറ്റ് ഐദർ മെച്യൂഴ്സ് യു ഓർ ഹാർഡൻസ് യു. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? വിവാഹം എന്ന് പറയുന്നത് നിഷ്പക്ഷമല്ല, ന്യൂട്രൽ അല്ല. അത് നിങ്ങളെ പക്വതപ്പെടുത്തുകയോ കഠിനമാക്കുകയോ ചെയ്യും. വിവാഹ ജീവിതത്തിൽ മുന്നിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ മെച്യൂർഡായി നല്ല പക്വതയുള്ള വ്യക്തിത്വങ്ങളായി മാറും, അല്ലെങ്കിൽ എന്തു ചെയ്യും? ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ലൂസിഫർ അല്ല. ആമേൻ പറ. പറയാൻ പേടിയാണോ? വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ലൂസിഫർ അല്ല, ചെകുത്താനല്ല, സാത്താനല്ല, അമ്മാവിയമ്മയല്ല. ആമേൻ പറ. കുറച്ച് പേരേ ഉള്ളൂ. സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? പിന്നെ ഫ്രണ്ട്സ് അല്ല, മുൻ കാമുകന്മാരല്ല, കാമുകിമാരല്ല. വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ഹാർഡ് ഹാർട്ടഡ്നെസ്, കഠിന ഹൃദയം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ വിവാഹ മോചനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമത്രേ മോശെ വിവാഹമോചനം അനുവദിച്ചത്. അപ്പോൾ വിവാഹമോചനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമോ അമ്മാവിയമ്മ പ്രശ്നമോ കുടുംബ പ്രശ്നമോ ജോയിൻറ്റ് ഫാമിലി ഒന്നുമല്ല, ഹൃദയ കാഠിന്യമാണ്. ഹൃദയം കടുത്തു പോയാൽ ജീവിത പങ്കാളിയുമായി ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഹൃദയകാഠിന്യമുള്ളവരൊക്കെ ഒരു ഹാലലി അവറ. എത്ര നല്ല സഭ! ഈ ബ്ലെസ്സിങ് ടുഡേയിൽ വന്നത് നന്നായെന്ന് ഞാൻ പറയുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതായാലും ഹല്ലേലൂയ. ഇന്ന് ആരുടെയെങ്കിലും അകത്ത് ഒരു ചേംബറൊക്കെ വല്ലതും ഹാർഡായിട്ടിരിപ്പുണ്ടെങ്കിൽ അതിന്ന് മെഴുകുപോലെ ഉരുകി മാംസമായ ഹൃദയമായി, അലിവുള്ള ഹൃദയമായി, ബട്ടർ പോലെ ആകട്ടെ. ആമേൻ. മാരീഡ് കപ്പിൾസ് ചേഞ്ച് ഓവർ ദ ഇയേഴ്സ്. നോക്കാമോ? വർഷങ്ങൾ കഴിയും തോറും വിവാഹിതരായ ദമ്പതികൾക്ക് എന്ത് പറ്റും? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്പർ 1, മാരേജ് ഇറ്റ് സെൽഫ് ചേഞ്ചസ് പീപ്പിൾ. വിവാഹം തന്നെ മാറ്റം കൊണ്ടുവരുന്നതാണ്. അതായത് വൈവാഹിക ജീവിതത്തിലെ നിലയിലെ മാറ്റത്തെക്കുറിച്ചുള്ള അവബോധം ഒരു പോസിറ്റീവായ സ്പന്ദനം സൃഷ്ടിക്കുന്നു. അതായത് ഞാൻ വിവാഹിതനായി, ഇന്നലെ വരെ ഞാൻ ബാച്ചിലറായിരുന്നു, എൻ്റെ മാരിറ്റൽ സ്റ്റേറ്റസ് എന്താണത്? മാരീഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസിലേക്ക് മാറുന്ന ആ ബോധ്യം പോലും എന്ത് ചെയ്യുന്നു? ഒരു പോസിറ്റീവ് വൈബ് സൊസൈറ്റിയിൽ എൻ്റെ സ്റ്റേറ്റസ് മാറുകയാണ്. അതുപോലും നമുക്ക് എന്ത് കൊണ്ടുവരും? മാറ്റം കൊണ്ടുവരും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു യുവാവ്, യുവതി, ആ വിവാഹ ദിനത്തിൽ തന്നെ അവരുടെ മനസ്സിലൊരു വലിയ മാറ്റമുണ്ടാകും. ആമേൻ. അടുത്ത് നോക്കിയേ, വൈകാരിക സ്ഥിരത വർദ്ധിപ്പിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് നമ്മുടെ വൈകാരിക സ്ഥിരത, അതായത് ഇമോഷണൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും. വിവാഹിതരായവർക്ക് എന്ത് സംഭവിക്കും? വൈകാരിക സ്ഥിരതയുണ്ടാകും, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും. ഇനി ഓരോ വാക്കുകളും പറയുമ്പോൾ നിങ്ങൾ അതിലോട്ട് കയറി പിടിച്ചോളണം. കാരണം അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗ്രേസ് പകരും. ഹല്ലേലൂയ. അടുത്ത് നോക്കൂ, റെഡ്യൂസ് റിസ്കി ബിഹേവിയർ, ഇൻക്രീസ് റെസ്പോൺസിബിലിറ്റി. വിവാഹം കഴിക്കുന്നവർക്ക് ഉത്തരവാദിത്വം കൂടും. ശരിയാണോ? അടുത്തത് റെഡ്യൂസ് റിസ്കി ബിഹേവിയർ. റിസ്ക് ഉള്ള പെരുമാറ്റ രീതി കുറയും. പണ്ടെന്ന് പറഞ്ഞാൽ ബാച്ചിലറായിരുന്ന സമയത്ത് ഒന്നും നോക്കണ്ട, ഇപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട്, എനിക്കൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഭാര്യയും കുഞ്ഞും ഉള്ളതുകൊണ്ട് പണ്ട് ബൈക്കിൽ 180 പൊക്കോട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സ്പീഡ് കുറയുന്നു. കാർ ഓടിക്കുന്നത് കുറച്ചുകൂടി സൂക്ഷിച്ചാണ്. കാര്യം എന്താ? വൈഫ് ഇരിപ്പുണ്ട്, കുഞ്ഞുണ്ട്. അപ്പോൾ കുറച്ചുകൂടി എന്തായി? ഭയങ്കരമായി ക്രേസി റിസ്ക് ടേക്കിംഗ് ആ സ്വഭാവം മാറും. അനുഭവമുള്ളവരാമൻ പറ. അടുത്തത് ഇംപ്രൂവ് ലോങ് ടേം പ്ലാനിങ്. ഇത് കൂടാതെ പ്ലാനുകൾ ആരംഭിക്കും. ഇപ്പോൾ ഒരു കുടുംബത്തിനായി ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി കുടുംബത്തിന് വേണ്ടി പലതും പണ്ടിങ്ങനെ അടിച്ച് പൊളിച്ച് അവിടെ തിന്ന് ഇവിടെ തിന്നൊക്കെ ജീവിച്ചതുപോലെ ഇനി എനിക്ക് പറ്റില്ല. എനിക്കൊരു കിളിക്കൂടുണ്ട്, എനിക്ക് തിരിച്ചു വന്ന് കൂട്ടിൽ കയറണം. ഹല്ലേലൂയ. മാത്രമല്ല കുടുംബത്തിന് വേണ്ടി വലിയ പദ്ധതികൾ എനിക്ക് ആസൂത്രണം ചെയ്യണം. ഉത്തരവാദിത്വം മാറും. ചുരുക്കി പറഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് കാല് വയ്ക്കുമ്പോൾ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് പലരും പറയും, ഇവനൊന്ന് പെണ്ണ് കെട്ടിച്ചാൽ മതി, ഇത്
പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവനൊന്ന് എങ്ങനെയെങ്കിലും പെണ്ണ് കെട്ടിച്ച് ഇവൻ നന്നാവും. കേട്ടിട്ടില്ല? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. കാരണം ഇവന് ഒരു ഉത്തരവാദിത്വമില്ല, വീട്ടിൽ പൈസ തരില്ല, മര്യാദയ്ക്ക് ജോലിക്ക് പോകില്ല. അപ്പോൾ ഇവന് പെണ്ണ് കെട്ടിച്ച് ഇവൻ നന്നാവും എന്ന് പറഞ്ഞുകൊണ്ട് ചില കേസുകൾ നന്നായിട്ടുണ്ട്. ചില കേസുകൾ ആ പെണ്ണിൻ്റെ അധോഗതി അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ ഉള്ളൊരു കോൺസെപ്റ്റ് എന്താണ്? വിവാഹം കഴിച്ചാൽ മാറ്റം വരും. പറഞ്ഞേ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാവരും മാറ്റങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്പർ 2. ഇവിടെ വേറൊരു സംഭവം കൂടി ഉള്ളത്. പോസിറ്റീവായി ചില മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ വിവാഹത്തിന് വേറെ ചില കാര്യങ്ങൾ വരും. വഴക്കുകൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കും. ചില ആളുകൾക്ക് വിവാഹം കഴിക്കുന്നത് വരെ മെൻ്റലി ഫ്രീ ആയിരുന്നു. വിവാഹം കഴിച്ചത് തുടങ്ങി സ്ട്രെസ്, പ്രഷർ. ചിലർ പറയും ഞാൻ എത്ര ഫ്രീ ബേർഡായിട്ട് നടന്നിരുന്നതാണ്, പക്ഷേ കല്യാണം കഴിച്ച ശേഷം എൻ്റെ സ്ട്രെസ് ലെവൽ വർദ്ധിച്ചു, BP വർദ്ധിച്ചു. BP എന്ന് പറഞ്ഞാൽ ഭാര്യയെ പേടിയെന്നാണ് പലരും പറയുന്നത്. പക്ഷേ തിരിച്ചുവിടാം, ഭർത്താവിനെ പേടിയുണ്ട്. ഇത് രണ്ടു പേർക്കും കൂടാ. എങ്ങനെയാണെങ്കിൽ തമ്മിലുള്ള വഴക്കുകൾ, ഡിസഗ്രിമെൻറ്റ്സ് സോൾവ് ചെയ്തില്ലെങ്കിൽ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. പരസ്പരം സഹകരിച്ച് വളരുന്നില്ലെങ്കിൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ വലുതാകും. കണ്ടോ? ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ഡിഫറൻസസ് ഇഫ് ഗ്രോത്ത് ഈസ് നോട്ട് മ്യൂച്വൽ. രണ്ടുപേരും ഒരുമിച്ച് വളരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരാൾ മാത്രം വളർന്നുകൊണ്ടിരുന്നാൽ അകലം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കയ്യെ പിടിച്ചിട്ട് പറയാം, നമുക്ക് ഒരുമിച്ച് വളരാം. എല്ലാവരും പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുക. എല്ലാവരും പറയുന്നത് വരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും ഒന്ന് കൈപിടിച്ച് ഈ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണിൽ നോക്കുന്നത് നല്ലതല്ലേ? ഒന്ന് നോക്ക്. പണ്ടൊരിക്കൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചു. രണ്ടുപേരെ മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കണ്ണിൻ്റെ നിറം എന്താണ്? എല്ലാ കണ്ണുകൾക്കും വ്യത്യാസമുണ്ട്. ചിലർ ബ്രൗൺ ആണ്, ചിലർക്ക് പൂച്ചക്കണ്ണെന്ന് പറയും, ചിലർക്ക് ബ്ലൂ ആണ്, ചിലർ നല്ല കറുപ്പായിരിക്കും. മിക്ക ആളുകൾക്കും പറയാൻ സാധിച്ചില്ല. എന്നോട് ചോദിക്കരുത് പ്ലീസ്. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണുകളുടെ എന്ന് വെച്ചാൽ കണ്ണിൽ നോക്കി സംസാരിക്കണ്ടേ? അത് പേടിയാണ് അല്ലേ? പലർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പേടിയാണ്. പക്ഷെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെയുള്ള സ്ഥലത്തെ, പൊതു സ്ഥലത്തൊക്കെ കണ്ണിൽ നോക്കാം, അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ട്. നമ്പർ 2, പേഴ്സണാലിറ്റി ചേഞ്ചസ് ഓവർ ടൈം. വർഷങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ വ്യക്തിത്വം മാറും. പഴയ വ്യക്തിയല്ല ഇത്. ഇവിടെ നോക്കൂ. പീപ്പിൾ ടിപ്പിക്കലി ബിക്കം മോർ ഇമോഷണലി സ്റ്റേബിൾ വിത്ത് ഏജ്. പ്രായം കൂടുന്തോറും വൈകാരികമായി കൂടുതൽ സ്ഥിരതയുള്ളവരായി, ദൃഢതയുള്ളവരായി മാറുന്നു. പലരും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകുന്നു. പലപ്പോഴും പരസ്പര സമ്മതം വർദ്ധിക്കുന്നു. പരസ്പര സമ്മതം എന്ന് പറയുന്നതിനൊക്കെ ഈ എഗ്രിയബിൾനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇണങ്ങിക്കൂടുന്ന സ്വഭാവം, പൊതുവെ എല്ലാവരുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് എഗ്രി ചെയ്ത് പോകുന്ന സ്വഭാവം. അതുപോലെ എക്സ്ട്രവേർഷൻ എന്നുദ്ദേശിക്കുന്നത് ബാഹ്യമുഖ സ്വഭാവം. ഇതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വർദ്ധിക്കും. നമ്മളറിയാതെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സിൽ പോകാതെ തന്നെ, വ്യക്തിത്വ വികസന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ തന്നെ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ, അത് നല്ല രീതിയിൽ മാറട്ടെ. ചീത്ത വ്യക്തിത്വങ്ങളായി മാറാതെ നല്ല വ്യക്തിത്വങ്ങളായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 20 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ വ്യക്തികൾ ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും. 20 വയസ്സിലുണ്ടായിരുന്നൊരു വ്യക്തിയല്ല ആ വ്യക്തി പ്രായം കൂടി 60 വയസ്സിലെത്തുമ്പോൾ കംപ്ലീറ്റ്ലി മാറിയിരിക്കും. എത്ര വയസ്സായി? 20കളിൽ വിവാഹം കഴിച്ച ദമ്പതികൾ അവരുടെ 40കളിലെത്തുമ്പോൾ രണ്ടുപേരും വേറെ ആളുകളായിരിക്കും. ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ആ വെഡ്ഡിങ് ഡേ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. എവിടെ വെച്ചായിരുന്നു കല്യാണം? കൊച്ചിയിലാണോ? പാരീസിലായിരുന്നു? ഏത് നിലയിൽ? ആ വെഡ്ഡിങ് ഡേ ഒന്ന് ജസ്റ്റ് ചിലർക്ക് നാണം പോലെയൊക്കെ കാണിക്കും. ഇമാജിൻ ചെയ്യുക. അന്ന് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു?
ഓരോരുത്തരുടെ വെയിറ്റ് എത്രയാണ്? അയ്യോ അന്ന് ഭയങ്കര സ്ലിമ്മായിരുന്നു, ഇപ്പോഴോ 3 ഇരട്ടിയായി 4 ഇരട്ടിയായി. അത് വ്യക്തിത്വത്തിൻ്റെ മാറ്റമല്ല, ശരീരത്തിൽ വന്ന മാറ്റമാണ്. ഹോർമോണുകൾ മാറി, ഹോർമോണുകളുടെ ലെവലുകൾ മാറി, ചിന്താ രീതികൾ മാറി. അന്നത്തേക്കാൾ കൂടുതൽ ഭാരങ്ങൾ വഹിക്കാനുള്ള കഴിവ് കൂടി. കാരണം പ്രശ്നങ്ങൾ ഒത്തിരി കണ്ട് അന്ന് ആദ്യകാലത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ തീ ചാടണമെന്നാണ് തോന്നുന്നത് അന്നൊക്കെ. പക്ഷേ ഇന്ന് അതൊന്നും ഒന്നുമല്ല. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു. നമ്പർ 3, മേജർ ലൈഫ് ഈവൻസ് ചേഞ്ച് സ്പൗസസ്. ജീവിതത്തിൽ വരുന്ന വലിയ ചില മാറ്റങ്ങൾ. ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളുണ്ടായി, മാതാപിതാക്കളായി തീർന്നു, വലിയ മാറ്റമുണ്ടായി. ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായ മാറ്റം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യത്തെ കുഞ്ഞ് വന്ന സമയത്തുള്ള ആ ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടോ? ആള് മാറി, അവിടെ വെച്ചൊരു വലിയ മാറ്റമുണ്ടായി. അടുത്ത നോക്കൂ, കരിയർ, ജോലിയിലുള്ള മാറ്റങ്ങൾ, ഭയങ്കര മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി, ഒരു ഓർഗനൈസേഷനിൽ വേറെ ഓർഗനൈസേഷനിലേക്ക്, ബിസിനസ്സിൽ നിന്ന് ജോലിയിലേക്ക്, ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക്, ശുശ്രൂഷയിലേക്ക്, ഇതൊക്കെ. അടുത്തത് സാമ്പത്തിക പ്രതിസന്ധികൾ വന്നിട്ടുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അത് നമ്മിൽ വലിയ ആഘാതങ്ങളുണ്ടാക്കി, മാറ്റങ്ങളുണ്ടാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റങ്ങളുണ്ടാക്കും. 40-50 വയസ്സ്, മധ്യവയസ്സ് എന്നറിയപ്പെടുന്ന പ്രായത്തിലേക്ക് കയറുമ്പോൾ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എല്ലാവർക്കും അത് വരാം. മിഡ് ലൈഫ് ക്രൈസിസ്, മധ്യവയസ്സാകുന്ന സമയത്തുണ്ടാകുന്ന ഒന്ന് ഭയങ്കരമായ റിഗ്രറ്റാണ്. അന്ന് നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് എവിടെ എത്താമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ പഠിക്കണമെങ്കിൽ പഠിക്കും, അടുത്തൊരു കോഴ്സ് വേണമെങ്കിൽ ചെയ്യുക. പക്ഷേ റിഗ്രറ്റ്സ് വരും. അന്നൊക്കെ നല്ല രീതിയിലായിരുന്നെങ്കിൽ, അന്നൊക്കെ കുറച്ച് പൈസ സമ്പാദിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടതയിലൂടെ പോകണ്ട. എത്ര കാശ് ഞാൻ വെറുതെ കളഞ്ഞു, ഫ്രണ്ട്സിനോടുകൂടെ എന്തോ ഒരു സമയം ഞാൻ വെറുതെ കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാം. അടുത്തത് എംപ്റ്റി നെസ്റ്റ് സ്റ്റേജ് ഉണ്ട്. എന്ന് വെച്ചാൽ മക്കളെല്ലാം വിവാഹം കഴിഞ്ഞ് പോയി, വീണ്ടും മണവാളനും മണവാട്ടിയുമായി കിളിക്കൂടിനകത്തിരിക്കുന്ന രീതിയാണ് എംപ്റ്റി നെസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. മക്കളെല്ലാം വിവാഹം കഴിഞ്ഞ് പോയിട്ട് അപ്പനമ്മയും മാത്രം വീട്ടിലിരിക്കുന്ന ഒഴിഞ്ഞ കൂട്, പറഞ്ഞേ ഒഴിഞ്ഞ കൂട്. ആ സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ വേറൊരു വ്യത്യാസം ജീവിതത്തിൽ വരാം. നമ്മളെയൊക്കെ രക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം. സത്യം തുറന്നു പറയുകയാണെങ്കിൽ വിവാഹ ജീവിതം രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. ഒരു പുരുഷൻ സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു സ്ത്രീ പുരുഷൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് മനസ്സിലാകാത്തത്. സ്ത്രീയുടെ വികാരങ്ങൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, ഇമോഷണൽ നീഡ്സ് എന്താണ്, പുരുഷന്മാർക്ക് മനസ്സിലാകാറില്ല. അതുകൊണ്ടാണ് അടി, അതുകൊണ്ടാണ് തർക്കങ്ങൾ. അതുപോലെ തന്നെ പുരുഷൻ്റെ ആവശ്യങ്ങൾ സ്ത്രീകൾക്ക് മനസ്സിലാകാറില്ല. ഒരു മെയിൽ ബോഡിയിൽ ജീവിക്കുമ്പോഴാണ് മെയിൽ ബോഡിയുടെ ആവശ്യങ്ങൾ വരുന്നത്. ഒരു സ്ത്രീ ഒരിക്കലും മെയിൽ ബോഡിയിൽ ജീവിക്കുന്നില്ലല്ലോ. അതുപോലെ തിരിച്ചും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കുന്നതോടുകൂടെ തന്നെ ഭാര്യയെ കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും, ഭർത്താവിനെ കുറേയെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. 30 വർഷമോ അതിലധികമോ ആയി വിവാഹം കഴിഞ്ഞിട്ട്, അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കൈ ഉയർത്താമോ? 30-30-ലധികമോ വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവർ കൈ ഇങ്ങനെ വീശി കാണിക്കുക. കൈ ഉയർത്താത്തവർ ഇവർക്ക് ഒരു കൈയടി കൊടുക്കുക. വാവ് വാവ് വാവ്. ഈ കൈ ഉയർത്തിയവർ 4 മുതൽ 6 വരെയുള്ള വിവിധ സ്റ്റേജുകളിലൂടെ ഓൾറെഡി പോയി കഴിഞ്ഞു. വിവാഹ ജീവിതത്തിലെ പല സ്റ്റേജുകളിലൂടെ അവർ പോയി കഴിഞ്ഞു. നമ്പർ 4, there will be emotional and value changes. വൈകാരികമായും മൂല്യപരവുമായ മാറ്റങ്ങൾ. ഉദാഹരണത്തിന് പ്രയോറിറ്റീസ് മാറുന്നു, റിസ്കുകൾ സഹിക്കുന്നതിലെ കാര്യങ്ങൾ മാറുന്നു, സ്പിരിച്വൽ ഇൻറ്റൻസിറ്റി മാറുന്നു, സാമൂഹിക വൃത്തങ്ങളിൽ സോഷ്യൽ സർക്കിൾസ് മാറുന്നു, എനർജി ലെവൽ മാറുന്നു, കോൺഫ്ലിക്റ്റ് സ്റ്റൈൽ മാറുന്നു.
അതായത് പണ്ടൊക്കെ വീരശൂര പരാക്രമികളായി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത് ഇനി തല്ലിയിട്ടൊന്നും കാര്യമില്ല, ഇത്രയൊക്കെ പ്രായമില്ലെന്ന് വെച്ചിട്ട് അങ്ങ് വിട്ടുകൊടുക്കുന്ന സ്വഭാവത്തിലേക്കൊക്കെ വരും. ആമേൻ പറ. ഹല്ലേലൂയ. ഇതെല്ലാം മാറി മാറി വരാൻ കാരണം എന്താണ്? ഇമോഷണൽ ആൻഡ് വാല്യൂ ചേഞ്ചസ്. ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. പ്രായം കൂടുന്തോറും എൻ്റെ ഭാര്യയിൽ വ്യത്യാസങ്ങളുണ്ടാകും എന്ന് ഭർത്താവ് മനസ്സിലായാൽ തന്നെ ആ വിവാഹ ജീവിതം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പരസ്പരം പറയാം, നിങ്ങളും ഞാനും മാറും. പറഞ്ഞെല്ലാവരും, നിങ്ങളും ഞാനും മാറും. നമ്പർ 5, the change may not always be in the direction spouse wants. എന്നൊരു ദുഃഖവാർത്തയുണ്ട്. ഈ മാറ്റങ്ങൾ പലപ്പോഴും ജീവിത പങ്കാളി ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല മാറ്റം. ഇതാണ് പ്രശ്നം. ഭർത്താക്കന്മാർ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ഇഷ്ടമുള്ളതുപോലെ അവളിങ്ങനെ മാറി വരും. ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുന്നത്. ഭാര്യമാർ ഇത്ര നാൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ സ്വപ്നം കണ്ട ആ ഒരു ഭർത്താവായി ഈ പുള്ളിയെ മാറ്റിയെടുക്കണേ. പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇയാളുടെ സ്വഭാവം ഓപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാകാം. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിലാകണമെന്നില്ല. പക്ഷേ ഹെൽത്തി കപ്പിൾസ്, എന്നാൽ ആരോഗ്യമുള്ള വിവാഹ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യും? വായിക്കാമോ? അവർ ഒരുമിച്ച് വളരുന്നു. 2, അവർ ചർച്ച ചെയ്ത് റോളുകൾ റീനെഗോഷിയേറ്റ് റോൾസ്. റോളുകളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പ്രായം കൂടുന്നതനുസരിച്ച്. അവർ പ്രതീക്ഷകൾ പുതുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു? പ്രതീക്ഷകൾ പുതുക്കുന്നു. അവരുടെ അപ്ഡേറ്റ് എക്സ്പെക്റ്റേഷൻസ്. പഴയ പോലല്ല. അവരെന്ത് ചെയ്യും? ഇരുന്ന് ചർച്ച ചെയ്ത് മാറ്റങ്ങൾ വരുത്തുന്നു. അവർ മാറ്റത്തിന് ഇടം നൽകുന്നു. ദേ അലൗ സ്പേസ് ഫോർ ഇവല്യൂഷൻ. എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾക്ക് ഇട നൽകുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ ഹെൽത്തി കപ്പിൾസായിട്ട് മാറും. ആരോഗ്യമുള്ള വിവാഹ ജീവിതം നയിക്കാൻ പറ്റിയ രീതിയിലേക്ക് അവർ പണിതെടുക്കും. ഇതിൻ്റെ പേരാണ് ഗ്രോയിങ് ടുഗെദർ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? കൈ പിടിച്ച് പ്രാർത്ഥിക്കുക. നടുക്കത്തെ കൈ ഒരുമിച്ച് പിടിക്കുക, മറ്റേ 2 കൈ പൊക്കി പിടിക്കുക. അപ്പുറം ഇപ്പുറമുള്ള കൈ പൊക്കി പിടിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച, യേശുവേ ഉറക്കെ, യേശുവേ ഒരുമിച്ച് മാറ്റങ്ങളിലൂടെ പോകാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് സഹായകനായി കൂടെയിരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അടുത്തൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആർ യു റെഡി? ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവ് ഓൺ ചേഞ്ച് ഇൻ മാരേജ്. ഇത്തിരി പ്രധാനപ്പെട്ട കാര്യത്തിലോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. റെഡി? നമ്പർ 1, മാരേജ് ഇസ് ഡിസൈൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ. വിവാഹ ജീവിതം സഖിത്വത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനു വേണ്ടി കൂടിയാണ്? ഒരു വലിയ രൂപാന്തരം ജീവിതത്തിലൂടെ ഉണ്ടാവും. ഞാനൊന്ന് സുല്ലിട്ട് നിന്ന് നിങ്ങളോട് ഒന്നുകൂടെ ഇത് തലേ കയറ്റണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും 1 സെക്കൻഡ് എന്നെ നോക്കുക. തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും, ശരിയാണ്. ഒരു കൂട്ട് വേണം, ശരിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ച് ജീവിക്കണം, ഈ പ്രമാണങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തം ജീവിതത്തിലെ രൂപാന്തരമാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്തിനു വേണ്ടി കർത്താവ് വിവാഹ ജീവിതത്തിലേക്ക് കടത്തി? നമുക്കൊരു മാറ്റമുണ്ടാകാൻ, നമുക്കൊരു രൂപാന്തരമുണ്ടാകാൻ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 21 മുതലാണെന്ന് എനിക്ക് തോന്നുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൽ 25 മുതൽ 27 വരെ വരുമ്പോൾ ഇവിടെ നോക്കിയേ, ഭർത്താക്കന്മാരെ എന്തോന്ന് വിളിയൊക്കെ ഇല്ല, ഇവിടെ ഒന്നുകൂടി വിളിക്കാം, ഭർത്താക്കന്മാരെ. നോക്കോ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ക്രിസ്തു എന്ത് ചെയ്തു എന്നാണ് പിന്നെ പറയുന്നത്, വായിച്ചേ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് അണ്ടർലൈൻ. കർത്താവ് എന്തിനാണ് സഭയെ വേളി കഴിച്ചത്?
ഇവിടെ ഇരിക്കുന്ന എല്ലാ വിവാഹങ്ങളും ക്രിസ്തുവും സഭയും എന്ന നിത്യവിവാഹത്തിൻ്റെ ഒരു ഷാഡോ മാത്രമാണ്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നത്. ശരിക്കുള്ള വിവാഹം ഏതാണ്? ക്രിസ്തു സഭയും തമ്മിൽ. അതാണ് ഇറ്റേണൽ റിയാലിറ്റി. അതിൽ കർത്താവ് സഭയെ വിവാഹം കഴിച്ചത് എന്തിനു വേണ്ടിയാണ്? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കമോൺ ശുദ്ധീകരിക്കേണ്ടതിന്. അപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് ശുദ്ധീകരണമാണ്. ആർക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു. കേട്ടിട്ട് വിഷമമില്ലെങ്കിലൊന്ന് കൈയടിക്കേ. അറിഞ്ഞോ അറിയാതെയോ വിവാഹ ജീവിതത്തിനകത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പലരുടെയും ക്രൂരമായ സ്വഭാവങ്ങൾ ഒരച്ചൊരച്ചൊരച്ച് തേഞ്ഞ് പൊക്കൊണ്ടിരിക്കുകയാണ്, അറിയുന്നില്ല. പലരുടെയും കഠിനഹൃദയം മാറിക്കൊണ്ടിരിക്കുകയാണ്, പലരുടെയും അശുദ്ധി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ജീവിതത്തിലൂടെ ഒരു വലിയ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഇത്രയും നാൾ ബൈബിൾ പഠിച്ചിട്ട് ഇന്നലെ രാത്രിയാണ് എനിക്ക് ആ വെളിപാട് കിട്ടിയത്. ഇതെല്ലാവർക്കും കിട്ടട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിനകത്ത് വലിയ പ്രശ്നങ്ങൾ തീച്ചൂളയൊക്കെ വരുമ്പോൾ അതിനകത്ത് ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെന്നറിയാമോ? തീയിൽ ഊതി കഴിച്ചതുപോലെ മാറ്റുകൂടിയ കാരറ്റ് കൂടിയ പൊന്നുപോലെ ഓരോരുത്തരെയും കർത്താവ് ഇതിനകത്ത്, തീച്ചൂളയ്ക്കകത്ത്, പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. കണ്ണിൽ നോക്കിയിട്ട് പറ, ജീവിത പങ്കാളിയുടെ കണ്ണിൽ നോക്കിയിട്ട് പറ, നമ്മൾ കല്യാണം കഴിച്ചത് നന്നായി. എന്താ കാരണം? ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിട്ടുണ്ടോ? ശരിയായിട്ടില്ല ഇപ്പോഴും, പക്ഷേ നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഇൻ ദ പ്രോസസ്. ഇതാണ് വിവാഹം പരിവർത്തനത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അഥവാ വിവാഹ ജീവിതത്തിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. 1997 വിവാഹം കഴിച്ച ഡാമിയൻ ബ്രദർ അല്ല ഈ നിൽക്കുന്നത്. പ്രോസസ്സുകളിലൂടെ പോയി വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 29 വർഷമായി. 30 കയറുമ്പോൾ ഇനിയും മാറ്റങ്ങൾ വരും. എനിക്കും വരും, നിങ്ങൾക്കും വരും. വിവാഹ ജീവിതം ഒരു കൂട്ടുജീവിതം മാത്രമല്ല, അതിനകത്ത് ഒരു സാങ്ക്ടിഫിക്കേഷൻ, അതിനകത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. കം ഓൺ. Hallelujah. In other words, marriage is a refining environment. വിവാഹ ജീവിതത്തിനകത്ത് അതൊരു ശുദ്ധീകരണശാലയാണ്. അമ്പലമുകളിൽ ഒരു റിഫൈനറി ഉള്ളതുപോലെ നിങ്ങളുടെ വീടിനകത്ത് ഒരു റിഫൈനറി ഉണ്ട്. ക്രൂഡ് ഓയിൽ അതിനകത്ത് വന്നിട്ട് ശുദ്ധിയുള്ള പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് വരുന്നത് പോലെ ഒരു റിഫൈനറിയാണ് വിവാഹ ജീവിതം. You do not enter marriage finished. You enter marriage being formed. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു പൂർത്തിയായ ഒരു വ്യക്തിത്വമായിട്ടല്ല നിങ്ങൾ പ്രവേശിച്ചത്. പൂർത്തിയാകാനുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവേശിച്ചത്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. നല്ല പെൺകുട്ടി, നല്ല ആൺകുട്ടി, വിവാഹ ജീവിതത്തിന് മുമ്പ് ഒരു കുറ്റം പറയാനില്ല. പറയുന്നത് കല്യാണമെല്ലാം നടക്കുമ്പോൾ ഇതുപോലെ തങ്കം പിടിച്ചൊരു പെൺകൊച്ചിന് ഈ നാട്ടിൽ കിട്ടില്ല. അതുപോലെ ചെറുക്കനും വിവാഹം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളും ഉരുൾപൊട്ടലുകളും വന്നു. എന്തുകൊണ്ട്? ഡോർമൻ്റായി കിടന്ന, അതുവരെ അത് എടുക്കേണ്ട ആവശ്യം വന്നില്ല, പക്ഷേ ഡോർമൻ്റായി കിടന്ന മൃഗീയ സ്വഭാവങ്ങൾ വിവാഹത്തിൻ്റെ കോണ്ടെസ്റ്റിൽ പുറത്തേക്ക് വരും. ഇത് തന്നെയാണ് സ്വർണം ശുദ്ധീകരിക്കുമ്പോഴും വെള്ളി ശുദ്ധീകരിക്കുമ്പോഴും നടക്കുന്നത്. അതിൻ്റെ അയിരുകളിട്ട് വലിയ ഹീറ്റിൽ ചൂടാക്കുന്ന സമയത്ത് ഇംപ്യൂരിറ്റീസ് മുഴുവൻ പൊങ്ങി മുകളിൽ വരും. എന്നിട്ട് അതിൻ്റെ വടിച്ചെടുത്ത് മാറ്റും. അതിനുശേഷമാണ് ശുദ്ധമായ സ്വർണം അല്ലെങ്കിൽ വെള്ളി നമുക്ക് ലഭിക്കുന്നത്. വിവാഹ ജീവിതത്തിനകത്ത് അതുവരെ ഉറങ്ങിക്കിടന്ന തിന്മ നിറഞ്ഞ ക്യാരക്ടേഴ്സ് വെളിയിലേക്ക് വരും. അത് വരുത്തുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അത് വന്നെങ്കിൽ മാത്രമേ അതിനെ വടിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ പറ്റൂ.
അവിടെ നമ്മൾ കരയും, അവിടെ നമ്മൾ പ്രാർത്ഥിക്കും, അവിടെ നമ്മൾ ഉപവസിക്കും, അവിടെ നമ്മൾ വചനം അപ്ലൈ ചെയ്യും. അതുകൊണ്ട് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, അത് ഈ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ബാപ്റ്റിസം കഴിക്കുന്നതിനെ കുറിച്ചല്ല, അത് ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്കാണ്. ഇറ്റ് ഈസ് വാഷിംഗ് വിത്ത് ദ വേർഡ്. വചനത്താലുള്ള കുളി, വചനത്താലുള്ള വാഷിംഗ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. എല്ലാ ദിവസവും വചനം എടുത്തിട്ട് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം, അവരവരെ തന്നെ വാഷ് ചെയ്യണം. യോഹന്നാൻ 15:3 പറയുന്നത്, നിങ്ങൾ എന്നോട് കേട്ട വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകും. ഈ കഴുകലാണ് നടക്കേണ്ടത്. ഓരോ ക്യാരക്ടർ പൊങ്ങി വരുമ്പോൾ വചനവുമായിട്ടിരിക്കണം, താഴണം, നുറുങ്ങണം. അപ്പോൾ ദൈവത്തിന്റെ വചനം വെട്ടേണ്ടത് വെട്ടും, ചെത്തേണ്ടത് ചെത്തും, അധികം ഫലം കായ്ക്കും. ഹല്ലേലൂയ. Praise God, praise God, praise God, praise God, praise God. Hallelujah, praise God. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഡിസ്ക്വാളിഫൈഡായ, കാണാൻ ഭംഗിയില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒരാൾ എനിക്കറിയാം. അത് യേശുവാണ്. ഒരു യോഗ്യതയില്ല. സർവാംഗസുന്ദരനായ യേശുവിൻ്റെ മുമ്പിൽ നിർത്താൻ സഭയ്ക്ക് വല്ല യോഗ്യതയുണ്ട്. പക്ഷെ അവനൊരു കാര്യം ഏറ്റെടുത്തു. ഇവളെ ചേർത്ത് പിടിച്ച് അവളെ വചനത്താൽ കഴുകി ശുദ്ധീകരിച്ച ശേഷം എന്തു ചെയ്യണം? പറഞ്ഞേ. കറ, പറ. ചുളുക്കം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്ത ശുദ്ധയായ ഒരു ബ്രൈഡായി പിതാവിൻ്റെ സന്നിധിയിൽ മുൻനിർത്തുവാനായിട്ടാണ് അവൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തത്. ഏറ്റെടുക്കുക, ഏറ്റെടുക്കുക. എല്ലാ വിവാഹങ്ങളിലും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകട്ടെ, സാങ്ക്ടിഫിക്കേഷൻ ഉണ്ടാകട്ടെ, റിഫൈനിങ് നടക്കട്ടെ. പിശാചിനി പ്രശ്നങ്ങളുടെ മുകളിൽ മുതലെടുക്കാതെ ആ പ്രശ്നങ്ങൾ എൻ്റെ ശുദ്ധീകരണത്തിനാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു, നോക്ക്, കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കോണ്ടെക്സ്റ്റ് ഇല്ലെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഭാര്യമാർക്ക് എനിക്ക് മനസ്സിലായിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ് കീഴ്പ്പെടുക എന്നുള്ളത്, വിധേയപ്പെടുക. ഞങ്ങൾ മാത്രം എന്തിനാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ഉള്ളി ഇവിടുത്തെ രാജാവ്, ഞാനിങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം. ബി സബ്മിസീവ്. അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള സഹോദരിമാർ ഒന്ന് കൈ ഉയർത്താമോ? ഇത് മാലാ കുഞ്ഞുങ്ങളാണെന്നറിയാം. പക്ഷേ എനിക്കറിയാം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങളോടല്ലാതെ ചോദിക്കേണ്ടത് ഭർത്താക്കന്മാരോടാണ്. ചോദിച്ചത് തെറ്റിപ്പോയി. ഭർത്താക്കന്മാർ വേണ്ട, സീനുണ്ടാക്കണ്ട, പോട്ടെ. എന്നാൽ ഭർത്താക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെൻറ്റ് എന്താണെന്ന് അറിയാമോ? ഞങ്ങളിപ്പോൾ ഈ സെക്കൻഡറി ടൈപ്പാക്കി ഞങ്ങളെ വെച്ചേക്കുവാണ്. ഈ അടിമ പോലെ വിധേയപ്പെട്ട് കീഴ്പ്പെട്ട് ഇങ്ങനെ അനുസരിച്ചിരിക്കണം. അത് ചവിട്ട് മെത്തയാണ് ഞങ്ങൾ, ഇല്ലേ? പക്ഷെ ഭർത്താക്കന്മാർക്ക് ആ കോണ്ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ച് ജീവൻ കൊടുത്തു. ഭർത്താക്കന്മാരോട് ഭാര്യയ്ക്ക് വേണ്ടി ചാകാനാ പറഞ്ഞേക്കണേ. അപ്പം ഏതാ നല്ലത്? അല്ല, അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുക. അതിന് ശേഷം നോക്കണം. അംബ്രോസ് ശരിയാണ് ഞാൻ പറയുന്നത്. അംബ്രോസ് പറഞ്ഞു ഇനി ഒരു മാറ്റമില്ല, ഇനിയൊരു മാറ്റമില്ല. ഇപ്പോഴെങ്കിലും സഹോദരിമാർക്ക് ഒരു ആശ്വാസമായോ? ഭർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി പറ, നിങ്ങൾ എനിക്ക് വേണ്ടി ചാകണമെന്ന് പറ ഒന്ന് പ്ലീസ്. ഇത് കീഴ്പ്പെട്ടിരുന്നാൽ മതി. ഇയാൾ മരിക്കണം. ഇത് പറയുക മാത്രമല്ല, യേശു മരിച്ചില്ലേ നമുക്ക് വേണ്ടി? കൈ തലയ്ക്ക് മുകളിൽ അടിച്ച് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ആർക്കാണ് കട്ടിയുള്ള പണി? ഭർത്താക്കന്മാർക്കാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അനാലജി. പ്രൈസ് ഗോഡ്. നമ്പർ 2, we are all being changed. നമുക്കെല്ലാവർക്കും വലിയ മാറ്റമുണ്ടാകുന്നു, അല്ലേ?
2 കൊരിന്ത്യർ 3:18 പറയുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വിവാഹ ജീവിതത്തെയും കർത്താവ് അതിൻ്റെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്പർ 3, ലവ് മസ്റ്റ് അഡാപ്റ്റ് ടു ഗ്രോത്ത്. സ്നേഹം വളർന്നുകൊണ്ടേയിരിക്കണം. കൊരിന്ത്യർ ലേഖനം 13:7 സ്നേഹം വായിക്കാമോ? പൊറുക്കുന്നു, എല്ലാം പൊറുക്കുന്നു. എന്തൊക്കെ പുറത്തു ഇതുവരെ? എന്തൊക്കെ ക്ഷമിച്ചു? ലിസ്റ്റിൽ നീ എന്തൊക്കെയുണ്ട് ക്ഷമിക്കാതെ? അടുത്തത് എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. പറഞ്ഞേ, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം അകത്തുണ്ടെങ്കിൽ ഇവിടെ നോക്ക്, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഒരു വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രത്യാശിക്കാൻ പറ്റണം. കുറച്ച് പേർക്കേ മനസ്സിലായുള്ളൂ. മനസ്സിലാക്കാത്തവരോട് ദൈവം ക്ഷമിക്കട്ടെ. ഹലോ, സ്നേഹമെല്ലാം പ്രത്യാശിക്കുന്നു. കൈപിടിച്ച് പറ, എനിക്ക് നിങ്ങളെക്കുറിച്ച് പ്രത്യാശയുണ്ടെന്ന് പറ. എനിക്ക് നിന്നെക്കുറിച്ച് പ്രത്യാശയുണ്ടെന്ന് പറ. ഹല്ലേലൂയ. കാരണം എന്താണ്? സ്നേഹത്തിൻ്റെ ലക്ഷണമാണത്. മാറും. ഇതുവരെ മാറാത്തത് മാറും. വലിയ മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ഒരുമിച്ച് മാറും. ഹല്ലേലൂയ. ഒരാൾ മാത്രമല്ല. ആദ്യം നമ്മൾ കണ്ടില്ല, ഒരു ഭർത്താവ് ആദ്യം അങ്ങോട്ട് നടന്നു പോയി എയർപോർട്ടിൽ. ഭാര്യ അവിടെ കിടക്കുന്നു. ചിലപ്പോൾ അത് ചില സമയത്ത് അത് ഭാര്യയായിരിക്കും മുമ്പിൽ പോകുന്നത്. ഭാര്യ സ്പിരിച്വലിയൊക്കെ അടിച്ച് പൊളിച്ച് കയറിക്കൊണ്ടിരിക്കുക. ഭർത്താവ് പ്രാർത്ഥനയ്ക്കും വരില്ല. അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? ഒരാൾ മുമ്പിലും മറ്റേ പുറകിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയല്ല, ഒരുമിച്ചാണല്ലേ കൈ പിടിച്ചുള്ള കൂട്ടുയാത്രയാണ് വിവാഹ ജീവിതം. ഇന്ന് തീരുമാനിക്കുക, കൂട്ടായ്മയ്ക്ക് ഒരുമിച്ച്, കുടുംബത്തിൽ ഒരുമിച്ച്, സകലത്തിലും ഒരുമിച്ച് വളരും. ക്ഷമ സിസ്റ്റർ ഞാനൊക്കെ ഒരുമിച്ച് ഇന്ന് ശുശ്രൂഷിക്കുന്നത് ലോകത്തിൽ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഒരുമിച്ച് വളരും തീരുമാനിച്ചു. അത് കണ്ടെങ്കിലും കുറച്ച് പേർക്ക് അസൂയെങ്കിലും തോന്നിയിട്ട് വളരട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് കുശുമ്പുള്ള ഏറ്റവും പ്രധാന വ്യക്തി സാത്താനാണ്. കാരണം കുടുംബങ്ങളെ ഏറ്റവും ലാസ്റ്റ് സെഷനിൽ ഞാനത് തൊടും. അവിടെയാണ് ഞാൻ തൊട്ട് അവസാനിപ്പിക്കാൻ പോകുന്നത്. സാത്താൻ കുടുംബങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന 5 ഏരിയകളുണ്ട്. ആ ഏരിയകളിൽ പെട്ടെന്നൊന്ന് തൊട്ട് അവിടെയാണ് പ്രാർത്ഥിച്ച് നമ്മൾ ജയമെടുത്ത് ഇന്ന് തിരിച്ചു പോകാൻ പോകുന്നത്. ഒറ്റ ദിവസമേ ഉള്ളെങ്കിലും അടുത്തൊരു 30 വർഷത്തേക്കുള്ളതിൻ്റെ ചില പരിപാടികളും അടിത്തറ കല്ല് പാകുന്നതും ഒക്കെ ഇന്നിവിടെ നടക്കുന്നേ. യേശുവിൻ്റെ നാമത്തിൽ പറ ഹല്ലേലൂയ. എനിക്ക് സൺഡേ പ്രസംഗിക്കുന്ന പോലെയൊക്കെ വരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അനോയിൻറ്റിങ് ഒക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ. കുഴപ്പമുണ്ടോ? ചിലപ്പോൾ ചില പൈശാചിക ശക്തികളൊക്കെ നാണം കെട്ട് ജീവിതത്തെ വിട്ട് മാറിപ്പോകാനും കുടുംബങ്ങളൊക്കെ ഫ്ലറിഷ് ചെയ്യാനും വിശുദ്ധിയിൽ, കൃപയിൽ, തേജസ്സിൽ നല്ല രീതിയിൽ വളരാനും നിങ്ങൾ മറ്റുള്ളവർക്ക് മെൻറ്റേഴ്സ് ആകാനും. ഇതുവരെ നിങ്ങൾ ഒത്തിരി പേർക്ക് മെൻ്റലാക്കിയെങ്കിൽ ഇനി നിങ്ങൾ മെൻറ്റേഴ്സായി മാറണം. ആമേൻ പറ. പ്രൈസ് ഗോഡ്. നമ്പർ 4, കവനന്റ് ഈസ് സ്റ്റേബിൾ, പേഴ്സണാലിറ്റി ഈസ് നോട്ട്. ഇവിടെ നോക്കിയേ, ഉടമ്പടിക്ക് മാറ്റമില്ല, അത് സ്ഥിരമാണ്. എന്നാൽ വ്യക്തിത്വം മാറും. മലാഖി 2:4 കർത്താവ് ചോദിക്കും, നിങ്ങൾ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിൻ്റെ യൗവനത്തിലെ ഭാര്യയ്ക്ക്. എല്ലാവരും പറഞ്ഞ യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ആ സമയത്ത്, യുവതിയായിരുന്ന സമയത്ത്, ചിലരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ യൗവനത്തിലെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആദ്യ നാളുകളിലെ അന്നുണ്ടായിരുന്ന ഫസ്റ്റ് ലവ്, ആ ടൈം, ആ യൗവനത്തിലെ ഭാര്യയ്ക്ക് മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ ധർമ്മപത്നിയുമല്ലോ. ഡിവോഴ്സിനെതിരെ ശക്തമായി പറയുന്ന ഒരു വചനമാണ്. മാത്രമല്ല, വിവാഹം ഒരു ശക്തിയേറിയ ഉടമ്പടിയാണ്. അത് ദൈവസന്നിധിയിലും വിവാഹമെന്ന ഇൻസ്റ്റിറ്റ്യൂഷനോടും ജീവിത പങ്കാളിയോടും ഇത് നടത്തുവാൻ സാക്ഷിയായി വന്ന കൂട്ടായ്മയോടും സഭയോടും സമൂഹത്തോടുമൊക്കെയുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ് വിവാഹം. ആണുങ്ങളാണെങ്കിൽ അത് വിജയിപ്പിച്ചെടുക്കണം. വിജയിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇന്നത്തെ തലമുറയിലുള്ളപ്പോൾ
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വിജയിപ്പിച്ചേ അടങ്ങൂ. കൈപിടിച്ചിട്ട് കണ്ണിൽ നോക്കി പറ, വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് ജീവിച്ച് തീർക്കും, വിജയിപ്പിക്കുമെന്ന് പറ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാൻ വന്നത് യൗവനത്തിലെ ഭാര്യ, അന്ന് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു, പക്ഷേ ആളിപ്പോൾ മാറി. യൗവനത്തിലെ ഭാര്യ ഇപ്പം മധ്യവയസ്സിലെ ഭാര്യയോ അല്ലെങ്കിൽ 60കളിലെ 70കളിലെ 80ലെ ഭാര്യയായിട്ട് മാറി. പക്ഷെ ഉടമ്പടി മാറിയിട്ടില്ല, ആളാണ് മാറിയത്. വ്യക്തിത്വം മാറി, ഉടമ്പടി സ്ഥിരമായി നിൽക്കുന്നു. അത് 10 വർഷം കഴിഞ്ഞാലും 25 വർഷം കഴിഞ്ഞാലും 45 വർഷം കഴിഞ്ഞാലും അത് സ്ഥിരമായി നിൽക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? അടുത്ത ആളോടല്ല, ജീവിത പങ്കാളിയോട് പറയുക, നമ്മൾ മാറി പക്ഷെ ഉടമ്പടിക്ക് മാറ്റമില്ല. നമ്മുടെ വ്യക്തിത്വമൊക്കെ മാറി, സാഹചര്യങ്ങൾ മാറി. നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒന്നുമില്ലായിരുന്നു, പക്ഷേ ഇന്ന് കർത്താവ് വീട് തന്നു, അത് തന്നു, ഇത് തന്നു, പല രീതിയിലും കർത്താവ് അനുഗ്രഹിച്ചു. പക്ഷേ എന്ത് മാറ്റം വന്നാലും ഉടമ്പടിക്ക് മാറ്റമില്ല. ഇതിനിടയിൽ പല ബിസിനസ് പാർട്ട്നേഴ്സ് മാറിപ്പോയി കാണാം, അല്ലേ? ലയൺസ് ക്ലബിലുള്ള കൂട്ടുകാർ മാറിപ്പോയി കാണാം, അയൽക്കൂട്ടത്തിലുള്ളവർ മാറിപ്പോയി കാണാം. പക്ഷേ കൈപിടിച്ച് ഒരുമിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ആ ജീവിത പങ്കാളിയോടുള്ള ഉടമ്പടിക്ക് മാറ്റമില്ല. അതുകൊണ്ട് എന്നും അവസാനം വരെ ഒരുമിച്ച് പോകണം. ഒന്നുകൂടി പറ, നമ്മൾ ഒരുമിച്ച് വളരും. ഹല്ലേലൂയ. അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ഹൗ ടു ഗ്രോ ടുഗെദർ ഇൻസ്റ്റെഡ് ഓഫ് ഫോളിങ് അപ്പാർട്ട്. പരസ്പരം അകന്നു പോകാതെ എങ്ങനെ ഒരുമിച്ച് വളരാം? എത്ര പേർക്കറിയണം? ഇന്ന് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും പോലെ അകന്നുപോയവരെ അകൽച്ച മാറ്റി കർത്താവ് നിങ്ങൾ പോലും അറിയാതെ ആത്മാവിൽ, ഹൃദയത്തിൽ, മനസ്സിൽ, വൈകാരിക മേഖലയിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ പോവുക. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മെയ് 1 ഹാപ്പി ഹോംസിൽ വലിയ ഹീലിംഗ് നടക്കുമെന്ന് പറഞ്ഞു. ശരീരത്തിലല്ല, ശരീരത്തിൽ നടക്കാതെ വേറെ കാര്യം. അകത്ത് വർഷങ്ങളായുള്ള വേദനകൾ, ചിലരൊക്കെ ഹൃദയവും ഒക്കെ ഇവിടെ മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നെരിപ്പോട് പോലെ ആയിരിക്കും അകത്ത്, നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. വിവാഹജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പലതും. പക്ഷെ ഇന്ന് ഹീലാവും. എനിക്ക് കർത്താവ് തന്നൊരു വാഗ്ദത്തമാണ്. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങനെ നീറിപ്പുകയുന്ന ഹൃദയങ്ങളിൽ മഞ്ഞു വന്ന് വീഴുന്നത് പോലെ ഒരു ശാന്തതയും തണുപ്പും ആശ്വാസവും നൽകി കർത്താവ് വിവാഹ ബന്ധങ്ങളെ, ഹൃദയങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന ദിവസമാണ്. ഇരുട്ടടിയൊക്കെ വരാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ക്ഷമസിസ്റ്ററോട് പറയാം, ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ കവനൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തമ്പി പാസ്റ്റർ ഞങ്ങൾക്ക് ഉടമ്പടി, വിവാഹ ഉടമ്പടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് പോയി. സാധാരണ നാട്ടു നടപ്പനുസരിച്ച് ഈ കല്യാണം ഇനി ശുഭമാകുകയില്ല. ശരി, അപ്പോൾ തന്നെ കേട്ടോ, ഇതിലെന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക അവലക്ഷണമുണ്ട്. ഇതോടെ ഇവരുടെ ജീവിതം പോയി. അങ്ങനെയല്ല സാധാരണ ചിന്തിക്കുന്നത്. ഞാൻ അതിനെ തിരിച്ചെടുത്തു. പിശാചിനിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവ് ഇതിനെ കൂടുതൽ അനുഗ്രഹിക്കും. ഒരു ഇരുട്ടടി വന്നാൽ ആ ഇരുട്ടടിയിൽ വിധേയപ്പെടുകയല്ല ചെയ്യേണ്ടത്, അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ ചവിട്ടിക്കയറുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് അവലക്ഷണമായി ഈ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പോലെ ഒരു ബാഡ് സൈനായി, ബാഡ് ഒമിൻ ആയി ഒക്കെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഓർത്തോക്കണം, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികൾ ഉള്ളത് കൊണ്ട് അത് നേരത്തെ തിരിച്ചറിഞ്ഞ്, ഞാൻ പറയുന്നത് കേൾക്ക്, വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിളി സാധാരണ വിളിയല്ല. യേശു ജനിച്ചപ്പോൾ വലിയ അറ്റാക്ക് ഉണ്ടായി, മോശ ജനിച്ചപ്പോൾ വലിയ അറ്റാക്ക് ഉണ്ടായി. യേശുവിൻ്റെ അമ്മ മറിയയും ജോസഫും തമ്മിലുള്ള വിവാഹത്തിന് ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ ആ കുടുംബത്തിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടില്ലേ? നിങ്ങൾ ഇന്ന് വലിയ തീച്ചുളയിലാണെങ്കിൽ ഞാൻ പ്രവചിക്കുന്നു, നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികൾ ദൈവത്തിനുണ്ട്. ദൈവത്തിനൊരു അവസരം കൊടുക്ക്. ഇന്നത്തെ അവസ്ഥകളെ മാറ്റി ജനതകൾക്ക് അനുഗ്രഹമായ ദൈവം മാറ്റാൻ പോവുക. നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിന് വിശ്വസിച്ച് ഹല്ലേലൂയ. എങ്ങനെയാണ് പരസ്പരം അകന്നു പോകുന്നതിനകരം ഒരുമിച്ച് വളരുന്നത്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരുമിച്ച് വളരാൻ? നമ്പർ 1, അപ്ഡേറ്റ് മാരേജ് ഇൻ എവറി സീസൺ. ഓരോ കാലഘട്ടം, വിവാഹ ജീവിതം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സീസണുകളിലൂടെ പോകും. പക്ഷേ ഓരോ സീസണും അനുസരിച്ച് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. വിവാഹത്തെ അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ്? ചില വർഷങ്ങൾ കൂടുന്തോറും ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ഗോൾസ് എന്താണ്? നമ്മൾ എന്ത് അച്ചീവ് ചെയ്യണം? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. സ്വപ്നങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുക. ടോക്ക് അബൌട്ട് ചേഞ്ചിങ് ഡ്രീംസ്. പണ്ടത്തെ ഡ്രീംസ് അല്ല ഇന്ന്. സ്വപ്നങ്ങൾ മാറ്റുക. അഡ്ജസ്റ്റ് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ പുനഃക്രമീകരിക്കുക. ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ലൈഫല്ല കുഞ്ഞുങ്ങളുണ്ടായ ശേഷം. ഒരു കുഞ്ഞുണ്ടായ ശേഷമുള്ള ജീവിതമല്ല 2 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ. 3 ആണെങ്കിൽ അതിലും വ്യത്യാസം വരും. 4 ആണെങ്കിൽ വീണ്ടും വ്യത്യാസം വരും. നമ്പർ 2, ഗ്രോ സ്പിരിച്വലി ടുഗദർ. ആത്മീയമായി ഒരുമിച്ച് വളരണം. ഇവിടെയാണ് പലപ്പോഴും വലിയ ഏറ്റക്കുറച്ചിലുകളുള്ളത്. പൊതുവെ ഗ്ലോബലി സ്ത്രീകളാണ് ആത്മീയതയിൽ മുന്നിൽ. പല കുടുംബങ്ങളിൽ ആദ്യം വിശ്വാസത്തിൽ വരുന്നത് സ്ത്രീകളായിരിക്കും. ആദ്യം ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്നത് സ്ത്രീകളായിരിക്കും. ഏറ്റവും കൂടുതൽ മോർണിംഗ് ഗ്ലോറി നോട്ട്സ് എഴുതുന്നത് സ്ത്രീകളായിരിക്കും. ഒരു പ്രാർത്ഥനയും മുടങ്ങാതെ വരുന്നത് സ്ത്രീകളായിരിക്കും. ഭർത്താക്കന്മാർ സാധാരണ ചെയ്യുന്നത്, നീ പോയി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കും. ഈ ഫറവോൻ പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ആരാധിക്കാൻ പോലെ എനിക്ക് വേണ്ടി കൂടി അങ്ങ് ആരാധിച്ച്, എനിക്ക് വേണ്ടി കൂടി അങ്ങ് പ്രാർത്ഥിച്ചേക്ക്. ഇങ്ങനെ പറഞ്ഞു വിടുന്നൊരു സ്വഭാവം പുരുഷന്മാർക്കുണ്ട്. എന്നാൽ നേരെ തിരിച്ചാണ് വരേണ്ടത്. എല്ലാ പുരുഷന്മാരും എല്ലാ ഭർത്താക്കന്മാരും എന്നെ നോക്കുക. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ പുരോഹിതൻ. ഭാര്യമാരാമൻ പറയണം. പുരോഹിതൻ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ആത്മീയ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വ്യക്തി. അതിൻ്റെ അർത്ഥം എല്ലാ ഭർത്താക്കന്മാരും കുടുംബത്തിൽ മറ്റാരേക്കാളും കൂടുതൽ വചനം പഠിക്കണം. ഇവിടെ ഒരു വലിയ ശാന്തത അനുഭവിക്കുന്നു. മനസ്സിൽ കൊള്ളുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയും. ഭാര്യമാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്ലീസ്. എല്ലാ ഭാര്യമാരും എനിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ഒന്ന് ചെയ്തേ. പറഞ്ഞോട്ടെ കുറച്ച്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പുരുഷ വിഭാഗത്തോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നമ്മളായിരിക്കണം, പിന്നെ കുഴപ്പമില്ലല്ലോ, നമ്മളായിരിക്കണം കുടുംബത്തിൽ ആത്മീയ കാര്യങ്ങളിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, പ്രവചിക്കേണ്ടത്, പ്രസംഗിക്കേണ്ടത്, വചനം പഠിക്കേണ്ടത്, ഇൻട്രസീഡ് ചെയ്യേണ്ടത്, വേലയ്ക്ക് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ടത്. മുൻകൈ എടുക്കുന്നത് ആരായിരിക്കണം? എല്ലാ ഭർത്താക്കന്മാരും നിങ്ങളുടെ കുടുംബത്തിൽ ആത്മീയതയ്ക്ക് രക്ഷപ്പെടുകണം. പല സ്ഥലങ്ങളിലും കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് സ്ത്രീ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? സ്ത്രീ ഇരുന്നുകൊണ്ട് പാട്ട് തുടങ്ങും. ദൈവാഗ്രഹയിൽ ഞാൻ അവിടെ പാട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മൂളി കൊടുക്കും പുറകിലിരുന്നുകൊണ്ട്. സങ്കീർത്തനം വായിക്കേ, നീ വായിക്കേ, എല്ലാം പാസ് പാസ് പാസ്. അവർ വളരെ മ്യൂട്ടാണ് അവർ പലപ്പോഴും. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രതിഭാസം ഇന്ന് അവസാനിപ്പിക്കുന്നു. പുരുഷന്മാർ മോശയെ പോലെ, അബ്രഹാമിനെ പോലെ, ഇസഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ ദൈവവുമായി സംസാരിച്ച്
ദൂതുകൾ വാങ്ങി കുടുംബത്തെ മുന്നിലേക്ക് നടത്തുന്നത് പോലെ എല്ലാ ഭർത്താക്കന്മാരും ദൈവവുമായി ബന്ധമുള്ളവരും പന പോലെ ഉറച്ചു നിൽക്കുന്ന വീരന്മാരുമായി നിൽക്കുമെങ്കിൽ കുടുംബങ്ങളെല്ലാം ഓർഡറിലാവും. അതുകൊണ്ട് ഒരുമിച്ച് വളരണമെങ്കിൽ ആത്മീയമായി ഒരുമിച്ച് വളരണം. ഒരുപോലെ ഒരേ കാഴ്ചപ്പാടിൽ വളരണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ട വീഡിയോയിൽ പോലെ ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലും ആയിപ്പോവും. ഇത് തിരിച്ചും വരാം. ഭർത്താക്കന്മാർ വളരെ ആക്റ്റീവാണ് ശുശ്രൂഷയിൽ, ഭാര്യമാർ സഹകരിക്കുന്നില്ല. ഇന്ന് മാനസാന്തരപ്പെടണം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഒന്നാം ചരട് ദൈവം, രണ്ടാം ചരട് ഭർത്താവ്, മൂന്നാം ചരട് ഭാര്യ. അങ്ങനെ ചിലർ മൂന്നാം ചരടായിട്ടാണ് ദൈവത്തെ കാണുന്നത്. അങ്ങനെയല്ല, ഒന്നാം ചരട്. ദൈവം ഉണ്ടായ ശേഷമാണ് ഈ രണ്ടും കൂടി ചുറ്റി പിരിഞ്ഞ് രണ്ടും കൂടി കയറുന്നത്. 3, എംബ്രേസ് ഐഡൻറ്റിറ്റി ഇവല്യൂഷൻ. മൂന്നാമത്തേത് വ്യക്തിത്വ മാറ്റത്തെ അംഗീകരിക്കുക. എൻ്റെ ജീവിത പങ്കാളിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പാരൻറ്റ്ഹുഡ്, രക്ഷാകർത്തൃത്വത്തിലേക്ക് കടക്കുമ്പോൾ, മിഡ് ലൈഫ് മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ, കരിയർ ചേഞ്ച്, ജോലി മാറ്റം ഉണ്ടാകുമ്പോൾ, ആരോഗ്യ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴൊക്കെ, അതുപോലെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ദമ്പതികൾ, അതായത് വളർന്നു വരുന്ന ദമ്പതികൾ എന്തിനെല്ലാം ഇടം നൽകുന്നു? വൈകാരിക മാറ്റങ്ങൾക്ക് അതവർ ഉൾക്കൊള്ളുന്നു. പുതിയ താല്പര്യങ്ങൾ, പുതിയ ഇൻട്രസ്റ്റുകൾ, പുതിയ വ്യത്യസ്ത ഡിഫറെൻറ്റ് റിതംസ്. ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ജീവിതത്തിൻ്റെ താളം മാറും. അപ്പോൾ താളം മാറുന്നതിനനുസരിച്ച് നമ്മളും കൊട്ടിക്കൊടുക്കണം. ആമേൻ. നമ്പർ 4, ഫൈറ്റ് പ്രോബ്ലംസ് നോട്ട് ഈച്ച് അതർ. ചെയ്യേണ്ട അടുത്തൊരു കാര്യം ഇതാണ്: പ്രശ്നങ്ങളെ എതിരിടുക, പരസ്പരമല്ല. നമ്മൾ യുദ്ധം പോരാടേണ്ടത് പ്രശ്നങ്ങളോടാണ്. ഒന്ന് പറഞ്ഞേ, പോരാടേണ്ടത് എങ്ങോടാണ്? പ്രശ്നങ്ങളോടാണ്, തമ്മിലല്ല. തമ്മിൽ പോരാടാതെ പ്രശ്നങ്ങളോട് പോരാടണം. ഉൽപ്പത്തി പുസ്തകം 2:24 ഇങ്ങനൊരു വചനം കാണുന്നുണ്ട്: അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി മാറും. ഒരു ശരീരം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ വേഴ്സസ് നീ, മീ വേഴ്സസ് യു അല്ല, അത് നമ്മൾ വേഴ്സസ് വെല്ലുവിളിയാണ്. ഒന്നുകൂടി പറയാം. ഒരു ശരീരമാവും. എല്ലാവരും ഇങ്ങനെ പിടിച്ചേ. ഒരു ശരീരമായി മാറും. എന്നിട്ടിപ്പോൾ രണ്ടായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് വഴിക്ക് പോക്കൂടെ? ഒരു ശരീരമായോ? നോ. അവിടെ ഉദ്ദേശിച്ചത് they will become one unit. എല്ലാവരും ഒന്ന് പറയുക, 1 + 1. എല്ലാവരും പറ, 1 + 1 = 1. നമ്മൾ കണക്ക് സാറെ പഠിപ്പിച്ച 2 എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഫോർമുല അതല്ല. 1 + 1 = 1. അതാണ് വിവാഹം. ഗണിതശാസ്ത്രം അനുസരിച്ച് അത് ലോജിക്കലല്ല. പക്ഷെ ദൈവം പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നായി മാറിയിരിക്കുന്നു, ഒരു യൂണിറ്റാണ്. ഇങ്ങനെ ചിന്തിക്കുക. രാത്രിയിൽ 1:30 മണി, ഡീപ്പ് സ്ലീപ്പിലാണ്. അപ്പൻ, അമ്മ, മക്കളെല്ലാം ഡീപ്പ് സ്ലീപ്പിലാണ്. പെട്ടെന്നൊരു ശബ്ദം കേൾക്കും. നിങ്ങൾ ചാടി എഴുന്നേൽക്കും. ഒരു കള്ളനകത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് വാതിലടക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് പറയണം, വാതിലടക്കാത്തത് കൊണ്ടല്ല ഇവൻ വന്നത്. നീയല്ലേ വാതിലടക്കണം. ഞാൻ നിന്നോട് പറഞ്ഞത് വാതിലടച്ചേക്കാൻ, എന്നിട്ടല്ലേ ഞാൻ അങ്ങോട്ട് കയറിപ്പോയത്. അവിടെ ആ സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കുമോ, അവർ ഒരുമിച്ച് കള്ളനെ അടിക്കുമോ? ഞാൻ ഇവിടെ ചോദിക്കാം, നിങ്ങൾ പോട്ടെ. ചോദ്യത്തിന് ഉത്തരം പറ. ഈ കള്ളൻ വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടുമോ? അവരൊരുമിച്ച് ബാക്കി പ്രശ്നങ്ങളൊക്കെ പിന്നത്തെ, ഇവനെ ഓടിച്ചിട്ടാണ് ബാക്കി ചോദിക്കാൻ. ആ സമയത്ത് അവിടെ അവർ ഒരു യൂണിറ്റായി മാറുകയാണ്. ഇനി അവർ 2 ശരീരങ്ങളല്ലെന്നല്ല, ഇനി അവർ 2 അല്ല, ഒന്നത്രേ. ഒരു ശരീരം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും 2ആയിട്ടായിരിക്കുന്നത്. 2 വസ്ത്രം ധരിച്ച് 2 രീതിയിലിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സാരി ചുറ്റി അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. 2 പേര് 2ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ
ഉദ്ദേശം എന്താണ്? ശത്രുവിനെതിരെ ഒറ്റ യൂണിറ്റായി നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടും. കുടുംബത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ എന്ത് വന്നാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിന്നായിരിക്കും ഫൈറ്റ്. തമ്മിലല്ല പോരാടേണ്ടത്, ഒരുമിച്ച് വെല്ലുവിളികളോട് പോരാടണം. വലിയ സപ്പോർട്ടൊന്നും കിട്ടിയില്ല, എന്നാലും അടുത്തതിലേക്ക് പോവാം. ഇന്നലെ രാത്രിയിൽ കർത്താവ് ഒരു കാര്യം കൂടി എന്നെ മനസ്സിലാക്കി തന്നത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 13:4-6 വരെയുള്ള വചനത്തിൽ ഇവിടെ പറയുന്നത് മാരേജ് ബെഡിനെ കുറിച്ച് പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. കിടക്ക എന്ന് ഉദ്ദേശിക്കുന്നത് സെക്സ് ലൈഫാണ്. എല്ലാവർക്കും അറിയാം സെക്സ് ലൈഫ് എന്തായിരിക്കട്ടെ? നിർമ്മലം, ലെറ്റ് ബി പ്യൂർ. ദൈവം എന്ത് നല്ലെന്ന് പറഞ്ഞാലും പിശാചിനെ വഷളാക്കും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാരേജ് സെക്സ് ഈസ് പ്യൂർ ആൻഡ് ബ്യൂട്ടിഫുൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, അല്ലേ? വിവാഹ ജീവിതത്തിനകത്ത് സെക്സ് ലൈഫ് മനോഹാരിതയുള്ളതാണ്, അത് നല്ലതാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതിന് ശേഷം ഒരു സംഭവമുണ്ട്. 5-ാമത്തെ വചനത്തിൽ കീപ് യുവർ ലൈഫ്സ്. പറ്റുവാണെങ്കിൽ ഈ പ്രൊജക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വചനം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? എബ്രായ ലേഖനം 13:4-6 വരെ 5-ാമത്തെ വചനത്തിലേക്ക്. ആദ്യം കിടക്കയെക്കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ഉടൻ തന്നെ 5-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നെവർ വിൽ ഐ ലീവ് യു, നെവർ വിൽ ഐ forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ സോ വി സേ വിത്ത് കോൺഫിഡൻസ്. അതുകൊണ്ട് നമ്മൾ വലിയ ധൈര്യത്തോടെ പറയുന്നു, ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പർ, ഐ വിൽ നോട്ട് ബി അഫ്രൈഡ്, വാട്ട് ക്യാൻ മിയർ മോർട്ടൽസ് ഡ്യൂ ടു മീ. അപ്പോൾ ഒന്നുകൂടി ആ 4 മുതൽ ഒന്നുകൂടി ഒന്ന് കാണിച്ചേ. 4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെ വ്യഭിചാരികളെ ദൈവം വിധിക്കും. അത് ആദ്യം പറഞ്ഞു. അടുത്തത് ഓക്കെ, അതിൻ്റെ താഴെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിനു മുമ്പ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഞാൻ ഒരു വർഷം മാസം എപ്പോഴും ഈ വചനമുള്ളൂ. കാരണം എന്താണെന്ന് കൂടെ പറയാം. ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ ദൈവം എനിക്ക് തന്ന വചനമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുക. ഡേ 1 രക്ഷിക്കപ്പെട്ട ദിവസം എനിക്ക് കിട്ടിയ വചനമാണ്. മരണം വരെ ഞാനത് പറയും. പക്ഷെ ആ ഒറ്റ വചനത്തിൽ എനിക്ക് കിട്ടിയ സേഫ്റ്റി എന്താണെന്നറിയാമോ? സുരക്ഷിതത്വ ബോധ്യം എന്താ? ഇനി കേട്ടോ, എത്രയെത്ര കുരുത്തക്കേടുകൾ നമ്മൾ ചെയ്തു, എത്രയെത്ര വീഴ്ചകൾ നമ്മിലുണ്ടായി, എന്നെങ്കിലും ദൈവം നമ്മെ കൈവിട്ടോ? ഉത്തരം പറയണം. എന്നെങ്കിലും ദൈവം നമ്മെ കൈവിട്ടോ? അങ്ങനെയെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. ഒരു ഭർത്താവ് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ അകത്ത് വരുന്ന സുരക്ഷിതത്വ ബോധ്യം എത്ര വലുതായിരിക്കും. വിവാഹത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് വന്നിരിക്കുന്നത്. പകരം ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, ഞാൻ നിന്നെ ഇവിടെ ഇട്ടിട്ട് പോവും, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ദൈവം പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. ഇന്നലെ രാത്രിയിൽ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു ഭാഗമാണ്. ഒരു സ്ത്രീക്ക് ഭൂമിയിൽ ഒന്നാമത്തെ ഇമോഷണൽ നീഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റിയാണ്. ഒരു പുരുഷൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഇമോഷണൽ നീഡ് ഓണറാണ്. എൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിലമതിക്കണം, വേറെ ഒന്നും വേണ്ട, എന്നെ ഒന്ന് ബഹുമാനിച്ചാൽ മതി. ഭാര്യയ്ക്ക് എന്താണ്? സുരക്ഷിതത്വ ബോധ്യം വേണം. അതിനുള്ളതാണിത്. എന്ത്? കൈപിടിച്ചിട്ട് ഭാര്യയോട് പറയണം, ഞാൻ നിന്നെ എന്തെല്ലാം വന്നാൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇത് പറഞ്ഞാൽ ആള് നോർമലാവും. ഇതില്ലാത്തത് കൊണ്ടാണ് വിവാഹജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രത്യേകത. പുരുഷന്
വിവാഹം കഴിഞ്ഞ അന്ന് വിവാഹം കഴിഞ്ഞു. സ്ത്രീക്ക് എല്ലാ ദിവസവും ചെക്ക് ചെയ്യും, ഞാനിപ്പോഴും വിവാഹാവസ്ഥയിൽ തന്നെയാണ്, ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ, ചേട്ടൻ ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ടോ, ചേട്ടൻ ഇപ്പോഴും ഇപ്പോൾ വേറെ ആരോടെങ്കിലും ആണോ, അമ്മയോടാണോ, നാത്തൂനോടാണോ, കൂടെ പഠിച്ച പെണ്ണിനോടാണോ, പിന്നെ ഇടയ്ക്ക് വരുന്ന മിസ്ഡ് കോളില്ലേ, അതിനോടാണോ കൂടുതൽ സ്നേഹം എന്നുള്ളത് എല്ലാ ദിവസവും ചെക്ക് ചെയ്യും ഭാര്യ. പുരുഷന് വൺസ് മാരീഡ് ഈസ് മാരീഡ്, അവിടെ ചത് തീർന്നു. ഭാര്യയ്ക്ക് എല്ലാ ദിവസവും കേൾക്കണം, എന്ത്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ മാത്രമേ എനിക്കുള്ളൂ, മരണം വരെ ഞാൻ കൂടെ ഉണ്ടായിരിക്കും, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടാൽ മാത്രമേ ഒരു ഭാര്യ നോർമലാകൂ. സ്ത്രീകളാമൻ പറ. അങ്ങനെയെങ്കിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രണ്ട് കൈയും ചേർത്ത് പിടിക്കുക, കണ്ണിലേക്ക് നോക്കുക. എന്നിട്ട് ഞാൻ പറയുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കണ്ണിൽ നോക്കി പറയണം. ഇതാണ് ദൈവം നമുക്ക് തന്ന ദൈവം നമുക്ക് തന്ന ഉറപ്പ്. കുറുപ്പിൻ്റെ ഉറപ്പല്ല ദൈവം നമുക്ക് തന്നത്. പക്ഷേ ചില ഭർത്താക്കന്മാർ കൊടുക്കുന്ന ഉറപ്പ് കുറുപ്പിൻ്റെ ഉറപ്പാണ്. പക്ഷെ നീ കുറുപ്പല്ല, നീയായിരിക്കണം. പുരുഷത്വം കാണിക്കണം. ആണുങ്ങളായിരിക്കണം. ഒരു വാക്ക് പറഞ്ഞാൽ മാറരുത്. കല്യാണ ദിവസം കല്യാണത്തിന് മുമ്പാണ് കൂടുതൽ വാക്തത്വങ്ങൾ കൊടുത്തിരിക്കുന്നത്, എനിക്കറിയാം. കല്യാണത്തിന് ശേഷം വലിയ വാക്തത്വങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇത് കോണ്ടക്സ്റ്റ് അനുസരിച്ചൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ നിന്നു. പക്ഷെ അതിന് മുമ്പ് കുറേ വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ മറക്കില്ല. അതെല്ലാം സേഫ്റ്റി ലോക്കറിൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇന്ന് ഈ മാരേജ് കോൺഫറൻസിലുള്ള വന്നിരിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ഭർത്താവ് നിങ്ങൾ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഭാര്യ ഇട്ടിട്ട് പോയി എന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ഇവിടെ ഉണ്ടെങ്കിൽ, സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് ആണ്, അങ്ങനെയുള്ള ആരെങ്കിലും ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് ഇതേ വചനം, എബ്രായ ലേഖനം 13:5, ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. Never will I leave you, never will I forsake you. മനുഷ്യരിട്ടിട്ട് പോയാലും ജീവിത പങ്കാളി ഇട്ടിട്ട് പോയാലും അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയും. ഒരുപക്ഷെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവില്ല, അകൽച്ചയുണ്ടായിരിക്കാം, പക്ഷെ ഈ വചനം നിങ്ങളെ നടത്തും. ഹല്ലേലൂയ. കൈകളെല്ലാം ഉയർത്തി ചില നിമിഷങ്ങൾ അന്യഭാഷകളിൽ സംസാരിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കാമോ? ഹല്ലേലൂയ. എല്ലാവരും ശബ്ദത്തിൽ ഷാൽ ബ്രബഹ സഖതല ബ്രാന്തന മരിയാന്തരബ റൽ ബ്രബ ശഖരിയാന്തലറബ ഷാതലബറാന്തനബ ലിബ്രബ സിഖരിയാന്തരബ. കരങ്ങളെല്ലാം ചലിപ്പിച്ച് കമോൺ. കൈകളെല്ലാം രണ്ട് കൈകളും തലയ്ക്ക് മുകളിൽ ചലിപ്പിച്ച് നന്ദി പറയാ. ഇതുവരെ നടത്തിയല്ലോ. മുപ്പിരിച്ചവരുടെ വിവേകത്തിൽ അറ്റുപോയില്ല, പക്ഷെ പലപ്പോഴും എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഇതുവരെ നിലനിർത്തിയെങ്കിൽ ഹല്ലേലൂയ, കൈവിടാത്ത ദൈവത്തിന് നന്ദി പറയാം.